അടുത്ത വർഷം നടക്കാൻ പോകുന്ന തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വിജയെ പ്രഖ്യാപിച്ചു. AIADMK സഖ്യത്തിലേക്കുള്ള BJPയുടെ ക്ഷണം വിജയ് തള്ളി. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്ന പാർട്ടിയാണ് എന്നും വിമർശനം. தமிழக வெற்றிக்கழகம் தலைமையில் அமையும் கூட்டணி எப்போதும் திமுக மற்றும் பாஜகவுக்கு எதிரானதாகத்தான் இருக்கும் என்பதையும் അതിൽ സമരസം എன்ற പേച്ചുക്ക് ഇടമില്ല എന്നതും അഭ്യൂഹങ്ങൾക്കിട നൽകാതെ വിജയ് പ്രഖ്യാപിച്ചു. DMKയുമായോ BJPയുമായോ ഒരു സഖ്യത്തിനുമില്ല. ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒരു ധാരണയും ഉണ്ടാക്കില്ല. BJP മതത്തിന്റെ പേരിൽ ജനങ്ങളെ വിഭജിക്കുന്നുവെന്ന് വിമർശനം. TVK എക്സിക്യൂട്ടീവ് യോഗത്തിൽ വിജയെ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചു. മക്കളെ മതരീതിയാக பிளவுபடுத்தி மக்களிடையே வேற்றுமையை விதைத்து அதில் குளிர்காய நினைக்கிறது பாஜக. அவர்களின் இந்த விஷமத்தனமான வேலைகள் வேறு எங்கு வேண்டுமானாலும் எடுபடலாம், ஆனால் தமிழகத்தில் ஒருபோதும் எடுபடாது. நம் தமிழக வெற்றி கழகம். DMKയെയും വിജയ് കടന്നാക്രമിച്ചു. പരന്തൂർ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്നവരെ സർക്കാർ മനുഷ്യരായി കാണുന്നില്ല. ഇവരെ കൂട്ടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ സമരം ചെയ്യും. கொள்கை எதிரிகள் மற்றும் பிளவுவாத சக்திகளுடன் என்றைக்கும் நேரடியாகவோ மறைமுகமாகவோ கூட்டணி இல்லை என்பதில் தமிழக வெற்றி கழகம் மிக உறுதியாக இருக்கிறது. സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ വിജയ് സംസ്ഥാന പര്യടനം നടത്തും. AIADMKയുമായി അകൽച്ചയില്ലെങ്കിലും BJPയുമായി അവർ കൈകോർത്തതോടെയാണ് വിജയ് കന്നി പോരാട്ടത്തിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനമെടുത്തത്. 24 ചെന്നൈ.